ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് സേമിയ പായസം. വളരെ യമ്മി ആയിട്ടുള്ള പായസമാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ അപ്പോൾ ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളിയിലും ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ചീനിച്ചട്ടി എടുത്തേക്കുന്നത്. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരണം. ഇനി ചൂടായ ഈ നെയ്യിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നട്ട്സാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്തത് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു സ്വെല്ലായി ഒരു റൗണ്ട് ഷേപ്പിലായി വരും. അതാണ് അതിൻ്റെ പരുവം. ഇനി അതിനെ നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ സേമിയ എടുത്തത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. അതിനെ നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ നെയ്യ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ യൂസ് ചെയ്യാം. നന്നായി റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടിത്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി കുറുക്കി എടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര മധുരമാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം പാനി. അതിന് പാനിയിൽ കിടന്ന് നമ്മുടെ ഈ സേമിയ നന്നായിട്ട് വേവണം. അത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിൻ്റെ ഹാഫാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പാലിൽ ഞാൻ ഓൾറെഡി കുറച്ച് കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ സൂക്ഷിക്കണം. പെട്ടെന്ന് ഇത് അടി പിടിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് കുറുകി ഒരു ക്രീമി ഫോമിലായിട്ടുണ്ട്. നല്ല വലിയ കുമിള വരും വരെ അതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഈ പായസത്തിന് നല്ല വലിയ കുമിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബാക്കി ഇരിക്കുന്ന 1 ക്യാൻ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വീണ്ടും അതിൽ വലിയ കുമിള വന്നു. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് 1-ാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ പായസം നന്നായിട്ട് വേവണം. വലിയ കുമിള വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 8 ഏലക്കയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് അവസാനമായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 2 to 3 മിനിറ്റ്സ് അതിനെ തിളയ്ക്കാൻ വയ്ക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും റൈസിൻസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയുമാണ് ടേസ്റ്റിയുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം. നിങ്ങളാരും ഈ ചാനൽ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.